ഹലോ, നമുക്കില്ലേ ഈ ബ്രൗണിയും ചോക്ലേറ്റ് കേക്കൊക്കെ കഴിക്കാൻ തോന്നിയാലുണ്ടല്ലോ, നമുക്ക് വലിയ പൈസയൊന്നും കൊടുത്തിട്ട് വാങ്ങണ്ടെന്നേ. ചെറിയ ചെറിയ ഐറ്റംസ്, ചെറിയ പൈസക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിയാൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഡയറി മിൽക്കിൻ്റെ ചെറിയ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ജാറിലേക്ക് ഞാനിതാ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 പാക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ, 2 പാക്കും കംപ്ലീറ്റ്ലി എടുത്തിട്ടില്ല, 1.5 പാക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് ആ ഒരു ക്രീമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഒന്നിച്ച് തന്നെ പൊടിച്ചിട്ട് ഇതാ ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമുക്കിതാ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ ബ്രൗണിയും അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇതിന് മാക്സിമം ഒരു 70 രൂപ ആ റേറ്റ് വരുള്ളൂ. ഓരോ ബിസ്ക്കറ്റിൻ്റെയും ആ ഒരു ചോക്ലേറ്റിനൊക്കെ ആയിട്ട് ആ ഒരു റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടാൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമ്മൾ പാലൊഴിച്ച് മിക്സ് ചെയ്യുക, അത് നോക്കിയിട്ട് ചേർക്കുക. നമ്മൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്കാണ് വേണ്ടത്. കുറേശ്ശെയായിട്ട് പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എസൻസ് ചേർത്തിട്ടില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. വനില എസൻസ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വ്യത്യാസമായിട്ട് ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏതിലേക്കാണോ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക്, ആ ഒരു ബൗളിലേക്ക് നന്നായിട്ട് ബട്ടറോ നെയ്യോ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കാം, തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതായ ഒരു മിക്സിലെ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടില്ലേ നമ്മൾ പാനിലേക്കില്ലേ ഒരു പാത്രം അപ്പോഴത്തേക്കും വെക്കണം കേട്ടോ ചൂടാകാനായിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ച് പൊടിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇതേപോലെ ഈ പാത്രം വെച്ച് കൊടുക്കുക ചൂടാകാനായിട്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലൊരു 5 മിനിറ്റ്, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലൊരു 5 മിനിറ്റും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് എന്തെങ്കിലും ഒരു മൂടിയോ ഇറക്കിയത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു ബൗൾ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കറക്റ്റ് 45 മിനിറ്റ് ആയിട്ടോ എനിക്കിതൊന്ന് കുക്കായിട്ട് വരാനും. ഏകദേശം 45 മിനിറ്റ് തന്നെ എടുക്കും. അപ്പോൾ ആ ടൈം വരെ വെക്കുക. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ചെറിയൊരു ടൂത്ത് പിക്ക് മറ്റോ കുത്തിയിട്ട് നോക്കുക. അപ്പോൾ ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ടുണ്ടാവും, അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിങ്ങോട്ടേക്ക് എടുക്കുക. ഇനിയിപ്പോൾ നമുക്കത് തണുപ്പിച്ചിട്ട് കഴിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക, അതെല്ലാം ചൂടോടുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു ബ്രൗണി ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഫീലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക. ഇഷ്ടമായ ലൈക്കും ഷെയറും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.